ഹായ് എവ്രിവൺ. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ജിയോളജിക്കൽ പാർട്ട് ഓഫ് സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, റിസർവോയർസ് ആൻഡ് ടണൽസ്. അതായത് ഒരു ഡാമോ അല്ലെങ്കിൽ റിസർവോയറോ ടണലോ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം ആസ് എ ജിയോളജിസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് നമുക്ക് റിസർവോയറിൻ്റെ കേസ് നോക്കാം. കൺസിഡറേഷൻ ഫോർ സക്സസ്ഫുൾ റിസർവോയർ. അതായത് റിസർവോയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള സ്ട്രക്ചറിനെ നമ്മൾ റിസർവോയർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം നമുക്ക് ആസ് എ സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ആസ് എ ജിയോളജിസ്റ്റ് നമുക്ക് ഒരു റിസർവോയർ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ എത്രത്തോളം കപ്പാസിറ്റി ഓഫ് വാട്ടർ സ്റ്റോർ ചെയ്യണം എന്നൊരു ഐഡിയ നമുക്ക് കാണും. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ സൈറ്റിൽ ഒരു റിസർവോയർ കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അവിടെ നോക്കേണ്ടത് അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ട് എത്ര വാട്ടർ ലെവൽ ഉണ്ട്. നമുക്കറിയാം റിവറിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാട്ടർ സോഴ്സിൽ നിന്നോ ഉള്ള വാട്ടർ സ്റ്റോർ ചെയ്യാനായിരിക്കും നമ്മൾ റിസർവോയർ ഉണ്ടാക്കുക. അപ്പോൾ ഓൾറെഡി അവിടെ എത്രത്തോളം വാട്ടർ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യം ഉണ്ട്. ഓക്കെ, പിന്നെന്താണ് ടോപ്പോഗ്രഫി. ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്ലോപ്പ്, ഡ്രെയിനേജ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് സ്ലോപ്പ് നല്ലപോലെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വാട്ടർ വന്ന് സ്റ്റോർ ആവത്തുള്ളൂ. റിവറിൽ നിന്നായാലും എന്തെങ്കിലും ഒരു വാട്ടർ സോഴ്സിൽ നിന്നായാലും. നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് കപ്പാസിറ്റി ഓഫ് റിസർവോയറിനനുസരിച്ചുള്ള വാട്ടർ ലെവലും ടോപ്പോഗ്രഫിയും അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവോപ്പറേഷൻ. ഇവോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ലോസിന് കാരണമാവുന്ന ഫാക്ടറാണ്. അതായത് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കപ്പാസിറ്റി ഓഫ് ദ റിസർവോയർ കാണും. അപ്പോൾ അത്രയും വാട്ടർ സ്റ്റോർ ചെയ്യണമെന്ന് നമ്മുടെ എന്താ കൺസ്ട്രക്ഷൻ മുന്നേ നമുക്കുണ്ടാവും. അപ്പം ഒരു സൈറ്റിൽ ഇവോപ്പറേഷൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനീഷ്യലി അവിടെ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സ്റ്റോർ ചെയ്താൽ പോലും അതിൽ നിന്ന് ഇവോപ്പറേഷൻ്റെ റേറ്റ് കൂടുതലാകുമ്പോഴത്തേക്കും അത്രയും ലോസസ് ഉണ്ടാവും. അപ്പം നമുക്ക് ആവശ്യമുള്ള വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇൻ കേസ് ഒരു സൈറ്റിൽ ഇവോപ്പറേഷൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ഡെപ്ത് കൂടുതലുള്ള റിസർവോയേഴ്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഈവൻ ഏരിയ കൂടുതലുള്ള റിസർവോയേഴ്സ് ഉണ്ടാക്കാതെ ഡെപ്ത് കൂടുതലുള്ള റിസർവോയേഴ്സ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഇനി ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ സൈറ്റിൽ റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഏരിയ കൂടുതലുള്ള റിസർവോയേഴ്സ് ഉണ്ടാക്കുന്നതിനും പ്രശ്നം ഉണ്ടാകുന്നില്ല. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വാട്ടർ ടൈറ്റ്നസ് ആൻഡ് ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ്. വേറെ ഒന്നുമല്ല, റിസർവോയർ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്യാനായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബെഡിൽ, അതായത് താഴത്തെ ഭാഗത്ത് ലൂസ് സോയിലോ ഫ്രാക്ചേർഡ് റോക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോർ ചെയ്യുന്ന വാട്ടർ ആ ഒരു റോക്കിൽ കൂടി അല്ലെങ്കിൽ സോയിലിൽ കൂടിയൊക്കെ സീപ്പ് ചെയ്ത് അണ്ടർഗ്രൗണ്ടിലോട്ട് പെർക്കുലേറ്റ് ചെയ്യും. അപ്പം വാട്ടർ ടൈറ്റ്നസ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഫാക്ടറാണ്. അതായത് ആ ബെഡ് എന്ന് പറയുന്നത് വാട്ടർ ടൈറ്റ് ആയിരിക്കണം. താഴോട്ട് വാട്ടർ പെർക്കുലേറ്റ് ചെയ്ത് പോവാതെ ലോസസ് ഉണ്ടാകാതെ ഇരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റിസർവോയറിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ലീക്കേജ് ആണ് ആദ്യം നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ട കേസ്. ഓക്കെ, അടുത്തത് ബറീഡ് റിവർ ചാനൽ. അതായത് നമ്മൾ ഈ ഉണ്ടാക്കാൻ പോകുന്ന റിസർവോയറിൻ്റെ അവിടെ അതിൻ്റെ താഴെ പണ്ട് എന്തെങ്കിലും റിവേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ആ ഒരു ചാനൽസ് അവിടെ എപ്പോഴും ഉണ്ടാവും. അതായത് ആ ചാനൽസ് അകത്ത് നമ്മൾ സെഡിമെൻറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ ലൂസ് സോയിലൊക്കെ വന്ന് നിറഞ്ഞിട്ടായിരിക്കും അത് ഫില്ലായിട്ടുണ്ടാകും. അപ്പം അങ്ങനത്തെ കേസാണെന്നുണ്ടെങ്കിൽ ഈ ലൂസ് സോയിലിൻ്റെ അകത്തോട് നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ അതിൻ്റെ അകത്തോട് ലീക്ക് ചെയ്ത് അണ്ടർഗ്രൗണ്ടിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് ഇൻഫ്ലുവൻസ് ഓഫ് റോക്ക് ടൈപ്സ്. അതായത് നമ്മൾ ആ ഒരു റിസർവോയർ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന സൈറ്റിൽ ഉള്ള റോക്ക് എങ്ങനത്തെയാണ്. അവിടെ പെർമിയബിൾ ആയിട്ടുള്ള റോക്കാണ്, അല്ലെങ്കിൽ പോറസ് ആയിട്ടുള്ള റോക്കാണെന്നുണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള ലീക്കേജ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ റോക്ക് ടൈപ്പുള്ള സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യാണ്ടിരിക്കുക. ഇതാണ് അടുത്ത പോയിന്റ്. ഇനി അടുത്തത് ജിയോളജിക്കൽ സ്ട്രക്ചർ. നമ്മൾ ഫോൾട്ടും ജോയിൻറ്റും എല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുള്ളിടത്തെന്ന് പറയുന്നത് വീക്കായിട്ടുള്ള ലാൻഡിലാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്സസ് ആ ഒരു ടെക്ടോണിക് പ്ലേസിൽ ഒരുപാട് സ്ട്രെസ്സസ് ഉണ്ടാകുന്ന ഏരിയയിലാണ് ഈ മൂന്ന് ടൈപ്പ് ഓഫ് ജിയോളജിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. അവിടെ എന്ന് പറയുമ്പോൾ ലീക്കേജിൻ്റെ ചാൻസസ് കൂടുതലാണ്. അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ആ ഒരു പർട്ടിക്കുലർ സൈറ്റിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും നമ്മൾ നോക്കണം. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടണൽസ് ആണ്. ടണൽസിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള കേസസ്. എന്താണ് ടണൽസ്? ഒരു അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഹില്ലിൻ്റെ അകത്തൂടി നമ്മളൊരു പാസേജ് ഉണ്ടാക്കുകയാണ്, എന്ത് പർപ്പസിനായിക്കോട്ടെ നമുക്കൊരു പാസേജ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ടണൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ടണലിങ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടണലിങ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഇമ്പോർട്ടൻസ് ഓഫ് റോക്ക് ടൈപ്സ്. നമുക്കറിയാം ഒരു ഹില്ലിൽ കൂടിയോ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ആയിട്ട് നമ്മളൊരു ടണൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ സോയിലിനെയാണ് ആദ്യം എർത്ത് വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഏരിയ അല്ലെങ്കിൽ സോയിൽ അല്ലെങ്കിൽ റോക്ക് സ്ട്രോങ് ആണോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ ഒരു മേജർ കൺസേൺ ആണ് ടണലിങ്ങിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക്. ആദ്യത്തേത് ഇമ്പോർട്ടൻസ് ഓഫ് റോക്ക് ടൈപ്സ്. അതായത് നമുക്ക് 3 ടൈപ്പ് ഓഫ് റോക്സ് അറിയാം: ഇഗ്നിയസ് റോക്ക്, മെറ്റമോർഫിക് റോക്ക് ആൻഡ് സെഡിമെൻ്ററി റോക്ക്. ഇഗ്നിയസ് റോക്ക് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് 3 ടൈപ്പ് ഉണ്ടെന്നറിയാം:
പ്ലൂട്ടോണിക് റോക്ക്, വോൾക്കാനിക് റോക്കും ഹൈപ്പർ ബാസൽറ്റ് റോക്കും. അതെന്തായിരുന്നു? വോൾക്കാനിക് റോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും മാഗ്മ പുറത്തോട്ട് ലാവയായിട്ട് വന്ന് ആ ലാവ കട്ടി പിടിച്ചുണ്ടാകുന്നതാണ് വോൾക്കാനിക് റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ലാവ പുറത്ത് വരുമ്പോഴത്തേക്കും എന്താണ്, അതിനകത്ത് നിന്ന് ഒരുപാട് ഗ്യാസസ് പുറത്ത് വരും. ആ ഗ്യാസസ് പുറത്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു റോക്ക്, അതിനകത്ത് ആ ഗ്യാസസ് പുറത്ത് വരുന്ന സ്പേസിൽ പോർസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ വെസിക്കുലാർ സ്ട്രക്ചർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയുള്ള റോക്കാണെന്നുണ്ടെങ്കിൽ അത് പോറസ് ആണ്, ഈസി ആയിട്ട് വർക്കബിൾ ആണ്. അത് ഇഗ്നിയസ് റോക്ക് പൊതുവേ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് ഹാർഡായിട്ടുള്ള റോക്കാണ്, അതിൽ സ്ട്രെങ്ത് ഉള്ള റോക്കാണ്. അതിൽ വെസിക്കുലർ സ്ട്രക്ചറുള്ള റോക്കാണ് വോൾക്കാനിക്. അത് ഈസി ആയിട്ട് വർക്കബിൾ ആണ്. നമുക്ക് എന്താ ടണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് എന്താ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി പ്ലൂട്ടോണിക് റോക്കോ ഹൈപ്പർ ബാസൽറ്റ് റോക്കോ ആണെന്ന് വിചാരിക്കാം. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു എർത്തിൻ്റെ അകത്തുള്ള ആ ഒരു മാഗ്മ കട്ടിപിടിച്ചുണ്ടാകുന്നതാണ് ഈ പ്ലൂട്ടോണിക് റോക്കും ഹൈപ്പർ ബാസൽറ്റ് റോക്കും. അതെന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെങ്ത് ഉള്ള, ഭയങ്കര ഹാർഡായിട്ട്, പോറസ് ഒന്നും ആയിരിക്കത്തില്ല, ഭയങ്കര ഹാർഡായിട്ടുള്ള റോക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യാൻ ഇത്തിരി പാടാണ്. പക്ഷേ അത് സ്ട്രോങ് ആയിരിക്കും, ടഫായിരിക്കും, ഡ്യൂറബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ഇംപർവിയസ് ആയിരിക്കും. അപ്പം നമ്മൾ ടണലിംഗ് ചെയ്യാനായിട്ട് പാടാണെങ്കിലും അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ അതിന് വേറൊരു ഡീഫോർമേഷനോ കൊളാപ്സോ ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അടുത്ത ഇനി ഇൻ കേസ് ഓഫ് സെഡിമെൻ്ററി റോക്ക്, അതായത് നമ്മൾ ടണൽ ചെയ്യാൻ പോകുന്ന സൈഡിൽ സെഡിമെൻ്ററി റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇഗ്നിയസ് റോക്കിൻ്റെ അത്രയും സ്ട്രോങ് ആയിരിക്കത്തില്ല സെഡിമെൻ്ററി റോക്ക്. കാര്യം ഡിഫറെൻറ്റ് സെഡിമെൻറ്റ്സ് വന്ന് സെറ്റിൽ ചെയ്ത് അത് കൺസോൾഡേറ്റ് ചെയ്തുണ്ടാകുന്നതാണ് സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അത്രത്തോളം അഡ്ഹെഷൻ അല്ലെങ്കിൽ കൊഹഷൻ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഇഗ്നിയസ് റോക്കിനെക്കാട്ടിലും കുറച്ച് പ്രോപ്പർട്ടീസ് കുറവാണ് സെഡിമെൻ്ററി റോക്സ്. ഓക്കെ, അടുത്ത മെറ്റമോർഫിക് റോക്സിൽ വരികയാണെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ടൊരു ക്യാരക്ടർ പറയാൻ പറ്റത്തില്ല. ഈ മെറ്റമോർഫിക് റോക്ക് എന്ന് വെച്ചാൽ എന്താണ്, ഓൾറെഡി ഉള്ള സെഡിമെൻ്ററി റോക്കോ ഇഗ്നിയസ് റോക്കോ എന്തെങ്കിലും മെറ്റമോർഫോസിസ് സംഭവിച്ച് പ്രഷറിൻ്റെയോ ടെമ്പറേച്ചറിൻ്റെയോ ഒക്കെ വേരിയേഷൻ കാരണം, പ്രൊലോങ്ഡ് പീരീഡിൽ ഉള്ള വേരിയേഷൻ കാരണം വേറൊരു റോക്ക് ടൈപ്പായിട്ട് മാറുന്ന റോക്കിനെയാണ് നമ്മൾ മെറ്റമോർഫിക് റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് മൊത്തത്തിൽ ഈ ഒരു മെറ്റമോർഫിക് റോക്കിനെ പറയാൻ പറ്റത്തില്ല. കാര്യം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നെസ് എന്ന് പറയുന്ന ഒരു മെറ്റമോർഫിക് റോക്ക്, അത് ഗ്രാനൈറ്റിന് സിമിലർ ആണ്. അപ്പം അത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ അത് വർക്കബിൾ ആണ്. അതേസമയം സ്ലേറ്റും ഒരു മെറ്റമോർഫിക് റോക്കാണ്, പക്ഷെ അത് ഭയങ്കര വീക്കും സോഫ്റ്റും ആണ്. അതുപോലെ ക്വാർട്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡാണ്, അത് വർക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഓരോ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെറ്റമോർഫിക് റോക്കിനും ഓരോ ക്യാരക്ടറിസ്റ്റിക് ആയതുകൊണ്ട് ആ പർട്ടിക്കുലർ ടൈപ്പ് റോക്ക് ഏതാണ് എന്നുള്ളതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരും. ഓക്കെ, അടുത്ത രണ്ടാമത്തെന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ജിയോളജിക്കൽ സ്ട്രക്ചേഴ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്തൊക്കെയായിരുന്നു ജിയോളജിക്കൽ സ്ട്രക്ചേഴ്സ്, ഫോൾട്ട്, ജോയിന്റ്, ക്രാക്സ്, ഇതൊക്കെയാണ് നമ്മൾ ജിയോളജിക്കൽ സ്ട്രക്ചർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതൊക്കെ എവിടെയുണ്ടോ അതെല്ലാം ഒരു വീക്ക്നെസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ്. അതായത് ഇപ്പോൾ ഫോൾട്ട് ആണ് ഒരു സൈറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹാംഫുൾ ആണ്. ആ ഫോൾട്ടിൽ അവിടെ മൂവ്മെൻറ്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ടണലിങ്ങിൻ്റെ സമയത്ത് അവിടെ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ ടണൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറില്ല. ഇനി അതേസമയം ഫോൾഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു കൺസോൾട്ടേഷനും ആ ഒരു സോയിലിൻ്റെ വെയിറ്റ് ഒക്കെ കാരണമുള്ള ഒരു പ്രഷർ റിലീസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ഒരു ഫോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജനറലി ക്രാക്സോ ജോയിൻസോ വന്നു കഴിഞ്ഞാൽ അവിടെ വീക്ക്നെസ് ആയിരിക്കും. ഫോൾട്ട് എന്ന് പറയുന്നത് തീരെ അൺഡിസൈബിൾ ആയിട്ടുള്ള കാര്യമാണ്. ടണലിങ്ങിൻ്റെ കേസിലെ കാര്യം അവിടെ അൺസ്റ്റബിലിറ്റി ഉണ്ടായി അത് പൊളിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ കണ്ടീഷൻ. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് മേജർ ഫാക്ടറാണ് ടണലിങ്ങിൻ്റെ കേസിൽ. കാര്യം നമ്മൾ അണ്ടർഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഹില്ലിൻ്റെ അകത്തൂടെയൊക്കെ ആയിരിക്കും ഈ ടണൽസ് ഉണ്ടാക്കുക. അപ്പം അവിടുത്തെ വാട്ടർ ലെവൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ലെവൽ എന്ന് പറയുന്നത് കുറച്ച് ഹൈ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ടണലിൻ്റെ അകത്ത് വെള്ളം വന്ന് റഷ് ചെയ്ത് ആ ഒരു ടണലിനെ ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് കൺസ്ട്രക്ഷൻ്റെ സമയത്തായാൽ പോലും അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും രണ്ട് സമയത്തും അത് ഡേഞ്ചറസ് തന്നെ. അതിൻ്റെ സ്റ്റെബിലിറ്റിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യും. വെതറിങ്ങിൻ്റെ കണ്ടീഷൻസും ഭയങ്കര കൂട്ടാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഡാമാണ്. ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ കൺസിഡറേഷൻ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഡാം എന്ന് പറയുന്നത് എന്താണ്, ഒരു റിവർ വാലിയിൽ നമ്മളൊരു ഒബ്സ്ട്രക്ഷൻ കൺസ്ട്രക്ട് ചെയ്യാണ്, അതിനെയാണ് നമ്മൾ ഡാം എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടറിൻ്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ട്, അത് പല പർപ്പസിനും വേണ്ടിയിട്ടുമായിരിക്കും. ആദ്യത്തെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ജിയോളജി ഓഫ് ദ ഏരിയ. അതായത് ജിയോളജി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്, അവിടുത്തെ സോയിൽ ടൈപ്പ് അല്ലെങ്കിൽ റോക്ക് ടൈപ്പ്, ഡ്രെയിനേജ് പാറ്റേൺ, ടോപ്പോഗ്രഫിക് ഫീച്ചേഴ്സ്, ഫോൾട്ട് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജിയോളജിക്കലായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടോ, അവിടെ വെതറിങ് എങ്ങനെയാണ്, ഇറോഷൻ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, ഡാമിൻ്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സ്ലോപ്പാണ്. അതായത് റിവറിൻ്റെ
ആ ഒരു വാട്ടർ നമ്മൾ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ അതിനൊരു ഒബ്സ്ട്രക്ഷനാണ് ഡാം എന്ന് പറയുമ്പോൾ. അപ്പം ആ ഒരു സ്ലോപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ വാട്ടറിൻ്റെ വെലോസിറ്റി അത്രയും കൂടുതലായിരിക്കും, വെതറിംഗ് ഒക്കെ സംഭവിച്ച് വരുന്ന സെഡിമെൻറ്റ്സ് അത്രത്തോളം കൂടുതലായിരിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും സ്ലോപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ഫാക്ടറാണ്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ജിയോളജി ഓഫ് ദ സൈറ്റ്, അതായത് അവിടുത്തെ റോക്ക് ടൈപ്പ് എന്താണ്. ലിത്തോളജി എന്ന് പറഞ്ഞാൽ റോക്ക് ടൈപ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പോൾ ലിത്തോളജി എങ്ങനെയാണ്, അവിടുത്തെ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ്, അവിടെ ഫോൾഡ് ഉണ്ടോ, ജോയിൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഷിയേഴ്സ് സോൺസ് ഉണ്ടോ, അങ്ങനത്തെ അസോസിയേറ്റഡ് ആയിട്ടുള്ള വീക്ക്നെസ് ഉള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടോ. ഡാം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരുപാട് എനർജി സ്റ്റോർ ചെയ്ത സ്ട്രക്ചറാണ്. ഇത്രയും വെലോസിറ്റിയിൽ വരുന്ന വാട്ടറിനെ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ അതിനുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ആ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് അവിടുത്തെ ബെഡിലാണ്, അതായത് അവിടെ ഉണ്ടാകുന്ന സോയിൽ, അവിടുത്തെ സോയിലിലോ റോക്കിലൊക്കെയാണ്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സ്ട്രക്ചേഴ്സിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കാൻ പോവാണ്. ഫോൾട്ട് എന്ന് പറയുന്നത് എന്താണ്, രണ്ട് ഡിഫറെൻറ്റ് പ്ലേറ്റ്സ് ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് റിലേറ്റീവ് ആയിട്ടുള്ള മോഷൻ ഉണ്ടാവും, അതിനാണ് നമ്മൾ ഫോൾട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഫോൾട്ട് സോഴ്സ് വരുമ്പോഴത്തേക്ക് അവിടെ എർത്ത് ക്വേക്സിൻ്റെ എഫക്റ്റ് കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ സ്കെയിലുള്ള ഒരു ഫോൾട്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഗ്രൗട്ടിങ് വെച്ചിട്ട് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്രൗട്ടിങ് എന്ന് പറഞ്ഞാൽ സിമെൻറ്റീഷ്യസ് മെറ്റീരിയൽ, അതായത് ഒരു ബൈൻഡർ വെച്ചിട്ട് ആ ഒരു ക്രാക്ക് നമ്മൾ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഗ്രൗട്ടിങ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു മേജർ ഷിയർ സോൺ അല്ലെങ്കിൽ ഫോൾ സോൺ ആണെന്നുണ്ടെങ്കിൽ വീക്കായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ, കോൺക്രീറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഹാർഡ് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ അതിനെ ബാക്ക് ഫിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ